10 വർഷം പൂർത്തിയാക്കിയ സഞ്ജു സാംസണിനായി രാജസ്ഥാൻ റോയൽസ് ഒരു ട്രിബ്യൂട്ട് വീഡിയോ പുറത്തിറക്കി. 2013 രാജസ്ഥാനൊപ്പം ചേർന്ന സഞ്ജു അതിനുശേഷം ടീമിന്റെ നെടുന്തൂണാവുകയായിരുന്നു. 2018 2 വർഷത്തെ വിലക്കിന് ശേഷം താരം രാജസ്ഥാനൊപ്പം തിരിച്ചെത്തുകയായിരുന്നു. ഷെയ്ൻ വോണിന് ശേഷം രാജസ്ഥാനെ IPL ഫൈനലിലേക്ക് നയിച്ച ഏക ക്യാപ്റ്റൻ സഞ്ജുവാണ്. കൂടാതെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളും ഇതിനോടകം 3667 റൺസ് നേടി ഏറ്റവും കൂടുതൽ റൺസും സഞ്ജു നേടിക്കഴിഞ്ഞു. 2021 സഞ്ജു രാജസ്ഥാന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. രാജസ്ഥാൻ റോയൽസ് പുറത്തിറക്കിയ ട്രിബ്യൂട്ട് വീഡിയോയിൽ റിയാൻ പരാഗ്, ഹെഡ് കോച്ച് കുമാർ സംഗക്കാരെ എന്നിവർ സഞ്ജുവിന് അഭിവാദ്യം അർപ്പിച്ചു. സഞ്ജു ടീമിന്റെ ലീഡർഷിപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നുവെന്നും ഗെയിമുകൾ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ക്യാപ്റ്റനാണ് അദ്ദേഹമെന്നും റിയാൻ പറഞ്ഞു. സഞ്ജു ബയ്യയുമായി 6 വർഷമായി ഒന്നിച്ചു കളിക്കാൻ തുടങ്ങിയിട്ട് ഒരു യഥാർത്ഥ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. കളിക്കളത്തിലും കളിക്കളത്തിന് പുറത്തും അദ്ദേഹം എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുന്നിലാണ്. എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന്റെ കൂടെ മത്സരങ്ങൾ ജയിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്നും റിയാൻ പരാഗ് പറഞ്ഞു. സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ കൂടുതൽ ശോഭിക്കാൻ കഴിയുമെന്നും ഇനിയും കൂടുതൽ വർഷങ്ങൾ രാജസ്ഥാന് വേണ്ടി കളിക്കാനാവട്ടെയെന്നും സംഘക്കാരെ ആശംസിച്ചു. എല്ലാവരും അവനു വേണ്ടി എല്ലായ്പ്പോഴും വേരുറപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവൻ എത്രത്തോളം കളിച്ചുവോ അത്രയുമധികം ആളുകൾ അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കുകയും പ്രശംസിക്കുകയും ചെയ്തു. രാജസ്ഥാന് വേണ്ടി മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടിയും സഞ്ജുവിന് ദീർഘകാലം കളിക്കാൻ സാധിക്കട്ടെ എന്നും സംഘക്കാരെ കൂട്ടിച്ചേർത്തു. സഞ്ജുവിന്റെ കരിയറിന്റെ ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. ഈ ടീമിൽ നല്ല 8 മുതൽ 9 വർഷങ്ങൾ ഇനിയും അവശേഷിക്കുന്നു. ഇത് തീർച്ചയായും വൈകാരികമായും തൊഴിൽപരമായും സഞ്ജുവിന്റെ വീടാണെന്ന് ഞാൻ കരുതുന്നുവെന്നും സംഘക്കാരെ പറഞ്ഞു. അതേസമയം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ചേസാണ് ചൊവ്വാഴ്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നടന്ന കളിയിൽ രാജസ്ഥാൻ റോയൽസ് നടത്തിയത്. കൊൽക്കത്തയുടെ തട്ടകമായ ഈഡൻ ഗാർഡൻസിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ആതിഥേയർ 223 എന്ന പടുകൂറ്റൻ സ്കോർ നേടിയപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഇന്നിംഗ്സിലെ അവസാന പന്തിൽ വിജയം കണ്ടു. സെഞ്ചുറി നേടിയ ജോസ് ബട്ട്ലറുടെ കിടിലൻ ബാറ്റിംഗ് ആണ് രാജസ്ഥാനെ ഇതുപോലൊരു ത്രില്ലിംഗ് വിജയത്തിലേക്ക് നയിച്ചത്. ഈ ജയത്തോടെ പോയിന്റ് പട്ടികയിലെ 1ാം സ്ഥാനത്ത് രാജസ്ഥാൻ ഒന്നുകൂടി ശക്തമായി സ്ഥാനം ഉറപ്പിച്ചു. മത്സരശേഷം സംസാരിക്കവേ ജോസ് ബട്ട്ലറെ വാനോളം പ്രശംസിച്ച രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ മറ്റു ചില വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു. KKRനെതിരായ കളിക്ക് ശേഷം സഞ്ജു സാംസൺ പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. മികച്ച രീതിയിൽ ചേസിംഗ് ആരംഭിച്ചെങ്കിലും മധ്യ ഓവറുകളിൽ തുടർച്ചയായി ചില വിക്കറ്റുകൾ നഷ്ടമായത് രാജസ്ഥാൻ റോയൽസിനെ കളിയിൽ ശരിക്കും ബാക്ക് ഫുട്ടിലാക്കിയിരുന്നു. എന്നാൽ സുനിൽ നരൈനെതിരായ ഓവറിൽ റോമാൻ പവൽ നടത്തിയ കടന്നാക്രമണം റോയൽസിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. 6 വിക്കറ്റുകൾ നഷ്ടമായതിനു ശേഷം റോമാൻ പവൽ വന്ന് 2 സിക്സറുകൾ അടിച്ച നിമിഷമാണ് ഇപ്പോഴും തങ്ങൾ കളിയിലുണ്ടെന്ന് തോന്നിപ്പിച്ചതെന്ന് സഞ്ജു സാംസൺ പറഞ്ഞു. പവലിന്റെ സിക്സറുകൾക്ക് ഈ കളിയിൽ വലിയ വിലയുണ്ടെന്ന് തന്റെ വാക്കുകളിലൂടെ സൂചിപ്പിച്ച രാജസ്ഥാൻ റോയൽസ് നായകൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും നന്നായി കളിച്ചെന്നും ഈ വിജയത്തിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും വ്യക്തമാക്കി. ഈ സീസണിലെ 2ാം സെഞ്ചുറിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ജോസ് ബട്ട്ലർ നേടിയത്. ഓപ്പണിംഗിനിറങ്ങി അവസാന പന്തിൽ ടീമിനെ ജയിപ്പിച്ച് മടങ്ങിയ ബട്ട്ലറുടെ ഹീറോയിസം തന്നെയാണ് KKRനെതിരെ രാജസ്ഥാന് വിജയം സമ്മാനിച്ചതും. കഴിഞ്ഞ 6 മുതൽ 7 വർഷങ്ങളായി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്തോ അതാണ് ജോസ് ചെയ്തത്. അവന്റെ പ്രകടനത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ജോസ് താളം കണ്ടെത്തിയാൽ അവൻ 20ാമത് ഓവർ വരെ ക്രീസിലുണ്ടാകുമെന്ന് ഞങ്ങൾ ഡഗ്ഔട്ടിലുള്ളവർക്ക് അറിയാമായിരുന്നു. അവൻ 20ാം ഓവർ വരെ ക്രീസിൽ നിലനിൽക്കുകയാണെങ്കിൽ ചേസ് ചെയ്യാൻ സാധിക്കാത്തതായി ഒന്നുമില്ല. വളരെ സ്പെഷ്യൽ കാര്യമാണ് അവൻ ചെയ്തതെന്നും സഞ്ജു സാംസൺ പറഞ്ഞു. അതേസമയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും വീഴ്ത്തിയ രാജസ്ഥാൻ റോയൽസ് മുന്നേറുകയാണ്. 2 വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസിന്റെ വിജയം. സ്കോർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 20 ഓവറിൽ 6ന് 223, രാജസ്ഥാൻ റോയൽസ് 20 ഓവറിൽ 8ന് 224. 60 പന്തിൽ 107 റൺസുമായി പുറത്താവാതെ രാജസ്ഥാനെ ഒറ്റയ്ക്ക് നയിച്ച ജോസ് ബട്ട്ലറാണ് മാൻ ഓഫ് ദി മാച്ച്. പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. നിലവിൽ 7 കളികളിൽ 6 വിജയങ്ങൾ ഉൾപ്പെടെ 12 പോയിന്റാണ് സഞ്ജുവിന്റെ ടീമിന് സമ്പാദ്യം.